ഇനി മറ്റു വാർത്തകൾ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വാർത്തകൾ ചൂടുപിടിച്ചിരിക്കെ ഇന്ത്യ മലേഷ്യ സഹകരണത്തിന് 10 കരാറുകൾക്ക് ധാരണയായിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രത്തിന് മുതൽക്കൂട്ടാകുന്ന കരാറുകൾക്കാണ് ധാരണയായിരിക്കുന്നത്. മലേഷ്യൻ സഹകരണം ശക്തമാക്കി മോദി. ഭീകരതയ്ക്കെതിരെ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം വ്യക്തമാക്കി കഴിഞ്ഞു. എന്തെല്ലാം കരാറുകളിലാണ് ഇരുവരും ഒപ്പിട്ടത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അഖില CP നമുക്കൊപ്പം ചേരുകയാണ്. അഖില, 6 കരാറുകളിൽ ഒപ്പിട്ടു എന്ന് പറയുന്നു. അതും ഏറെ വ്യത്യസ്തമായിട്ടുള്ള കരാറുകളാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്രം കൂടുതൽ ശക്തമാക്കുന്ന തരത്തിലുള്ള കരാറുകളിലാണ് ഒപ്പിട്ടത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ 6 കരാറുകൾ എന്തെല്ലാമാണ്? കൂടുതൽ വിശദാംശങ്ങൾ. അതേ സ്വാതി, ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കരാറുകളിലാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും ഒപ്പുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ കുടിയേറുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. മാത്രം ഏകദേശം 29 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് മലേഷ്യയിലേക്ക് കുടിയേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരാറുകൾ ഏറെ നിർണായകമാണ് എന്നുള്ളതാണ്. പ്രധാനമായും ഈ ഓഡിയോ വിഷ്വൽ കോപ്രൊഡക്ഷൻ, ദുരന്ത നിവാരണ സഹകരണം, ഐക്യരാഷ്ട്രസഭയിലെ സമാധാന പരിപാലനം, അഴിമതിക്കെതിരായുള്ള ശക്തമായ പോരാട്ടം, സെമി കണ്ടക്ടർ മേഖലയിലെ സഹകരണം തുടങ്ങിയ 6 കരാറുകളിലാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും മലേഷ്യൻ പ്രധാനമന്ത്രിയും ഒപ്പുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, പ്രതിരോധം, ഭക്ഷ്യസുരക്ഷ, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലും തങ്ങളുടെ സഹകരണം വർദ്ധിപ്പിക്കും എന്നുള്ളൊരു കരാർ കൂടി ഇന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ത്യക്കാരെയും മലേഷ്യക്കാരെയും സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു കരാറാണ് എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് മലേഷ്യയിലെത്തിയത്. അപ്പോൾ 2ാം ദിവസത്തിനൊടുവിലാണ് സുപ്രധാനപ്പെട്ട കരാറുകൾ ഇന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ 2 പ്രധാനമന്ത്രികളും വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹവുമായി അൻവർ ഇബ്രാഹിമുമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിനിടെ സംയുക്ത പ്രസ്താവനയ്ക്കിടെയാണ് ഈ ഭീകരവാദത്തിനെതിരെയുള്ള ഒരു പോരാട്ടം ശക്തമാക്കും എന്നുള്ളൊരു പരാമർശം മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഇരട്ടത്താപ്പ് അനുവദിക്കില്ല, ശക്തമായി ഇതിനെതിരെ നേരിടും, ഭീകരവാദത്തെ നേരിടും എന്നുള്ളൊരു പ്രസ്താവനയാണ് മോദി പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, ഇപ്പോൾ ഈ ഓഡിയോ വിഷ്വൽ കോപ്രൊഡക്ഷനിലൂടെ ഉദ്ദേശിച്ചത് ഇന്ത്യൻ സമൂഹത്തെയും മലേഷ്യൻ സമൂഹത്തെയും സിനിമയിലൂടെയും സംഗീതത്തിലൂടെയും കൂടുതൽ ബന്ധിപ്പിക്കും. കാരണം തമിഴ് സിനിമയും സംഗീതത്തെയും കൂടുതൽ അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കരാറാണ് ഈ ഓഡിയോ വിഷ്വൽ കോപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ മലേഷ്യയിലെ വിദ്യാഭ്യാസം, മാധ്യമം, മറ്റ് സംസ്കാരങ്ങളിലെല്ലാം തമിഴ് ഭാഷയുടെ ഒരു ശക്തമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ് സിനിമയെയും മലേഷ്യയെയും കൂടുതൽ ഇത്തരത്തിൽ എന്തായാലും ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്വാലലംപൂരിൽ എത്തിയാണ് ഈ 6 കരാറുകൾക്ക് ധാരണയായിട്ടുള്ളത്. ഇരു രാജ്യ നേതാക്കളും സംയുക്തമായി തന്നെ അതെന്തെല്ലാമാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു.